Hi dear students, welcome to the Rikfi World of Education. റിക്ഫിയുടെ എഡ്യൂക്കേഷൻ വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. I am here with some easy tips how to get a high score in your social science annual examination. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിനേഷന് എങ്ങനെ ഹൈ സ്കോർ മേടിക്കാം അല്ലെങ്കിൽ A+ സ്കോർ നേടാം എന്നുള്ളതിനുള്ള ചില ഈസി ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മൈ ക്ലാസ്സസ് ആർ ബെനിഫിഷ്യൽ ടു ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം സ്റ്റുഡൻസ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മലയാളം മീഡിയം കുട്ടികൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോസ്റ്റ് ഓഫ് യു തിങ്ക് ദാറ്റ് social science is very broad subject, is very difficult to study or understand or remember like that. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബോറായിട്ടുള്ള സബ്ജക്റ്റാണ്, ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഓർത്ത് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് പഠിക്കേണ്ട രീതിയിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. If you like my class, please like and subscribe my channel and also press the bell icon. Otherwise, you will not get the next class upload from us. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. Today we are going to discuss a very interesting topic from your first chapter of social science, which is American Revolution. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള അമേരിക്കൻ റവല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഓൾ അവർ ചാപ്റ്റേഴ്സ് ആർ ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും. നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷന് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാം, ഹൈ സ്കോർ നേടാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. We will discuss each topic on the basis of the main points. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളും ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ പോയിൻറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അതായത് ഒരു ടോപ്പിക്കിൻ്റെ മെയിൻ പോയിൻറ്റുകൾ ഏതാണോ അത് ഞാനിവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ച് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ സ്ലൈഡിൽ കാണിക്കും. അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ആ ഒരു നോട്ടിൻ്റെ ബേസിൽ നിങ്ങൾ ഈ ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നല്ല സ്കോറ് ഈ ഒരു ടോപ്പിക്കിൽ നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ആ ടോപ്പിക്ക് മുഴുവൻ കാണാതെ പഠിക്കേണ്ട, അതിൽ മെയിൻ പോയിൻറ്റ്സ് ഏതാണെന്ന് ഓർത്ത് വെച്ചിട്ട് അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷോർട്ട് ആൻസർ ആണെങ്കിലോ ലോങ് ആൻസർ ആണെങ്കിലോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഓരോ പോയിൻറ്റ്സും കണക്റ്റഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കണക്ഷൻ നിങ്ങൾ ഓർത്താൽ മതി. ലെറ്റ് us start our class with an important topic, അമേരിക്കൻ റവല്യൂഷൻ. അപ്പം നമ്മുടെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അമേരിക്കൻ റവല്യൂഷൻ. Before that, you need to understand the main reason which led to the all revolution happened in the world. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട 2 പോയിൻറ്റുകളുണ്ട്. ലോകത്തുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് റിനൈസൻസ്, സെക്കൻഡ് എൻലൈറ്റൻമെൻറ്റ്. എന്തൊക്കെയാണ്? നവോത്ഥാനവും പ്രബുദ്ധതയുടെ കാലഘട്ടം. വാട്ട് ഈസ് റിനൈസൻസ്? യു ഓൾറെഡി ലേൺ യുവർ പ്രീവിയസ് ക്ലാസ് അബൌട്ട് റിനൈസൻസ് അല്ലേ? നിങ്ങളുടെ മുൻകാല ക്ലാസ്സുകളിലൊക്കെ റിനൈസൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
revolutionary changes of the European thought and views in the field of political, cultural, scientific and humanism. അപ്പോൾ ഈ റിനൈസൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ ചിന്തയിലും കാഴ്ചപ്പാടിലും ഉണ്ടായ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും രാഷ്ട്രീയവും സാംസ്കാരികവും ശാസ്ത്രീയവും അതുപോലെ തന്നെ മനുഷ്യത്വപരവുമായിട്ടുള്ള അപ്രോച്ചുകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പീപ്പിൾ ഡെയർ ടു ക്വസ്റ്റ്യൻ ദ ബേസ്ലെസ് തോട്ട് ആൻഡ് ദ ട്രഡീഷണൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ജനങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതിയുടെ ഫലമായിട്ട്, പുതിയ ജ്ഞാനോദയ ചിന്താഗതിയുടെ ഫലമായിട്ട് അന്ന് വരെ നിലനിന്നിരുന്ന യുക്തിരഹിതമായിട്ടുള്ള ചിന്തകളെയും പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തു. റിനൈസൻസ് ലെഡ് ടു ദി great development happened in the 18th century, which is enlightenment. അപ്പോൾ ഈ റിനൈസൻസിൻ്റെ ഫലമായിട്ട് ശാസ്ത്ര സാങ്കേതിക മനുഷ്യത്വപരമായിട്ടുള്ള രംഗത്തുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ട് ഇത് 18ാം നൂറ്റാണ്ടിലെ പ്രബുദ്ധതയുടെ കാലഘട്ടം എന്നുള്ള മഹത്തായ കാലഘട്ടത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് ചെയ്തത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Enlightenment thinkers propagated the main concept of freedom, democracy, equality and nationalism. അപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സ് പ്രധാനമായിട്ടും ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ വ്യാപകമായിട്ട് അവർ പ്രചരിപ്പിച്ചു. These concepts inspired the various parts of the world to fight against the autocratic system existed in the society. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചിന്താഗതികൾ ഈ ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള ആളുകൾക്ക് ഈ ഏകാധിപത്യ വ്യവസ്ഥകളൊക്കെ എതിർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമായി തീർന്നു, ശക്തിയായി തീർന്നു. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. So all the struggles tried to change the existing system in the society which denied the freedom, and they wanted to establish a new one. So they were known as revolutions in the history of the world. അപ്പോൾ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണകൂടത്തെ മാറ്റി പുതിയതൊന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ ഭരണകൂടം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നടത്തിയ സമരത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ ലോക ചരിത്രത്തിൽ റെവല്യൂഷൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡു യു എവർ ഹിയർ ദിസ് സ്ലോഗൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു മുദ്രാവാക്യം, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ? പ്രാതിനിധ്യമില്ലാതെ ഞങ്ങൾക്ക് നികുതിയില്ല. അത് ഏത് റെവല്യൂഷനിലെ മുദ്രാവാക്യമാണ്? അമേരിക്കൻ റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള ആ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ട വിപ്ലവം ഏതായിരുന്നു? ഇത് അമേരിക്കൻ റെവല്യൂഷൻ. What is the period of American Revolution? It started from 1765 to 1783. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1765 മുതൽ 1783 വരെയുള്ള കാലഘട്ടമാണ് ഈ അമേരിക്കൻ റവല്യൂഷൻ്റെ കാലഘട്ടം. അത് മറക്കരുതേ. അപ്പോൾ ആര് തമ്മിലായിരുന്നു ഇങ്ങനൊരു യുദ്ധം നടന്നത്? അമേരിക്കയിലെ കോളനികളിലെ ജനങ്ങളും അമേരിക്കക്കാരായിട്ടുള്ള ജനങ്ങളും അവരെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യമായ ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഘർഷമായിരുന്നു ഈ അമേരിക്കൻ വിപ്ലവം. മെയിൻലി വി വിൽ ഡിസ്കസ് 8 points ഇൻ ദിസ് ടോപ്പിക്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ 8 പോയിൻ്റാണ് ചിന്തിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, യൂറോപ്യൻ മൈഗ്രേഷൻ. Second one, mercantilist policies. Third one, Boston Tea Party. Fourth one, thinkers who influenced the American Revolution. Fifth one, American Congress. Sixth one, Declaration of Independence. Seventh one, Paris Treaty. Eighth one, റിസൾട്ട് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ആദ്യത്തെ പോയിൻ്റ് അമേരിക്കയിലേക്കുള്ള യൂറോപ്യന്മാരുടെ കുടിയേറ്റം. രണ്ടാമത്തെ കാര്യം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ വിവിധ വാണിജ്യ നയങ്ങൾ. മൂന്നാമത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ
അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാർ. 5-ാമത്തെ കാര്യം അമേരിക്കൻ കോൺഗ്രസ്. 6-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 7-ാമത്തെ കാര്യം പാരീസ് ഉടമ്പടി. 8-ാമത്തത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇത്രയുമാണ് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രധാന പോയിന്റുകൾ. ഓക്കെ, ലെറ്റ്സ് ഗോ ദ ഫസ്റ്റ് പോയിന്റ്. യൂറോപ്യൻ മൈഗ്രേഷൻ ടു അമേരിക്ക. അമേരിക്കയിലേക്കുള്ള യൂറോപ്യന്മാരുടെ കുടിയേറ്റം. അപ്പോൾ അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്ന പോയിന്റ്. അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, അറൈവൽ ഓഫ് ക്രിസ്റ്റഫർ കൊളംബസ് ഇൻ 1492 ആൻഡ് ദ മൈഗ്രേഷൻ ഓഫ് പിൽഗ്രീം ഫാദേഴ്സ് ഇൻ 17th century. In 1492, Christopher Columbus reached North America and he thought that the place was India. So he called native people Indians. Later they known as Red Indians. അപ്പോൾ 1492 ക്രിസ്റ്റഫർ കൊളംബസ് നോർത്ത് അമേരിക്കയിലെത്തുകയും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ആ പ്ലേസ് ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും പിൽക്കാലത്ത് ഈ അമേരിക്കൻസ് റെഡ് ഇന്ത്യൻസ് എന്നുകൂടി അറിയപ്പെടുവാനും ഇത് കാരണമായി. സെക്കൻഡ് മൈഗ്രേഷൻ ഹാപ്പൻഡ് ഇൻ 17th century. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൈഗ്രേറ്റഡ് ടു അമേരിക്ക ഫ്രം ഇംഗ്ലണ്ട് ബിക്കോസ് ഓഫ് ദി റിലീജിയസ് പെർസിക്യൂഷൻ ഓഫ് കിങ് ഓഫ് ഇംഗ്ലണ്ട് ഓൺ ദ ഷിപ്പ് മേഫ്ലവർ. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഒരു കൂട്ടം ആളുകൾ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തി. അപ്പം ദേ വേർ നോൺ ആസ് പിൽഗ്രീം ഫാദേഴ്സ്. അപ്പോൾ ഇവരെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? പിൽഗ്രീം ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് പിൽഗ്രീം ഫാദേഴ്സിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കുക, പിൽഗ്രീം ഫാദേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. After the migration of Pilgrim Fathers, European migration increased to America. So gradually the native peoples were suppressed by the Europeans. അപ്പോൾ ഈ പിൽഗ്രീം ഫാദേഴ്സിന് ശേഷം യൂറോപ്യൻ മൈഗ്രേഷൻ കൂടുതലായിട്ട് വർദ്ധിച്ചു വരികയും ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ യൂറോപ്യന്മാരുടെ അടിമകളായി തീരുകയും ചെയ്തു. Second point, we are going to think mercantilist policies. We saw the migration of Europeans to America and later the British merchant controlled over American market for their own profit. അപ്പോൾ ബ്രിട്ടീഷ് വ്യാപാരികൾ അമേരിക്കയിലെത്തുകയും അമേരിക്കയുടെ കമ്പോളം പൂർണ്ണമായിട്ടും തങ്ങളുടെ ലാഭത്തിന് വേണ്ടി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. For the control over the American market, they introduced so many policies over the American market. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിലാക്കുവാൻ വേണ്ടിയിട്ട് അവർ പല പോളിസീസും നിയമങ്ങളും ഈ അമേരിക്കയുടെ മാർക്കറ്റിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 5 പോളിസീസാണുള്ളത്. We can see main 5 policies introduced by the ബ്രിട്ടീഷേഴ്സ് ഓവർ ദ അമേരിക്കൻ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായിട്ട് 5 പോളിസീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ ഫസ്റ്റ് പോളിസി ഈസ് ദാറ്റ് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വ്യാപാര കാര്യങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമായിരുന്നു ഈ പോളിസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The second policy is known as Sugar Act. According to these policies, the product of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. അപ്പോൾ ഈ നിയമം അനുസരിച്ച് കോളനികളിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിട്ടുള്ള പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ബ്രിട്ടീഷുകാരുടെ ആ സെൽഫിഷ്നെസ്സാണ്.
ബ്രിട്ടീഷ് വ്യാപാരികൾ എത്രത്തോളം ആ മാർക്കറ്റ് കൈയടക്കി വെക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ സെൽഫിഷായിട്ടുള്ള ഒരു പാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തേർഡ് പോളിസി നോൺ ആസ് സ്റ്റാമ്പ് ആക്ട്. മൂന്നാമത്തെ പോളിസി സ്റ്റാമ്പ് ആക്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദിസ് പോളിസി British stamp must be affixed on the legal documents, newspapers, pamphlet, license, etc. അപ്പോൾ ഈ പോളിസി അനുസരിച്ച് ഈ കോളനികളിലെ എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളിലും പ്രമാണങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകളിലും പാംലെറ്റുകളിലും ലൈസൻസുകളിലും എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. അപ്പോൾ നിയമപരമായിട്ട് തങ്ങളാണ് അധികാരികൾ എന്ന് അവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. Next policy is that colonies must provide food and quarters for the British troops which were maintained in the colonies. അപ്പോൾ ഈ പോളിസി എന്ന് പറയുന്നത് അമേരിക്കക്കാർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു പോളിസിയായിരുന്നു അവർ അവതരിപ്പിച്ചത്. കോളനികളിൽ നിർത്തിയിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള ഭക്ഷണവും താമസ സൗകര്യവും ആര് നൽകണം? കോളനികളിലെ ജനങ്ങൾ നൽകണം. അപ്പോൾ ഈ ഉയർന്ന നികുതി കൊടുക്കുന്നത് കൂടാതെ ഇവരുടെ ചെലവ് കൂടി ഏറ്റെടുക്കേണ്ട ഒരവസ്ഥയാണ് ഈ കോളനികളിലെ ജനങ്ങൾക്ക് വന്നത്. ലാസ്റ്റ് പോളിസി ഈസ് ദാറ്റ് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പേഴ്സ് എക്സെട്ര. അതുപോലെ തന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസ്, തേയില, പേപ്പർ തുടങ്ങിയുള്ള സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞിട്ടുള്ള നികുതി നൽകണമെന്നവർ പറഞ്ഞു. കോളനികളെ ചൂഷണം ചെയ്ത് അസംസ്കൃത സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വലിയ നികുതിയിൽ തിരിച്ചു കൊണ്ട് വിൽക്കുന്നൊരു അവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്തിക്കാനിടയായി. അപ്പോൾ അതോടനുബന്ധിച്ച് നടന്ന ഒരു സംഭവമാണ് അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ബോസ്റ്റൺ ടീ പാർട്ടി. Against the high tax levied by the British government on tea, some group of revolutionaries entered to British ships pretended as Red Indian workers and they threw 342 boxes of tea into the sea. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ തേയിലയുടെ മേലുണ്ടായിരുന്ന ഉയർന്ന നികുതിക്കെതിരായിട്ട് ഒരു കൂട്ടം റവല്യൂഷണറീസ് റെഡ് ഇന്ത്യൻ തൊഴിലാളികളുടെ വേഷത്തിൽ കപ്പലിനുള്ളിൽ കടക്കുകയും 342 തേയിലപ്പെട്ടികൾ അവർ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ ഒരു പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതെന്നാണ് നടന്നത്? ഓൺ 16th December 1773, 1773 ഡിസംബർ 16-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റും ആ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിന്റ്, ദ തിങ്കേഴ്സ് ഹു ഇൻഫ്ലുവൻസ് ദ അമേരിക്കൻ റവല്യൂഷൻ. ഈ അമേരിക്കൻ റവല്യൂഷനെ സ്വാധീനിച്ച ചില ചിന്തകന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരൊക്കെയാണ് ആ ചിന്തകന്മാർ? ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. അപ്പോൾ 2 പേര് ജോൺ ലോക്കും തോമസ് പെയിനുമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി ജോൺ ലോക്ക്, എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് റൈറ്റ് ടു സസ്പെൻഡ് ദം. അപ്പം ജോൺ ലോക്ക് അഭിപ്രായപ്പെട്ടത് എല്ലാവർക്കും മൗലികമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെൻറ്റിനും അതിനെ തടയാൻ കഴിയത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ചിന്താഗതി ജനങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ദെയർ ഈസ് സംതിങ് അബ്സോർഡ് ഇൻ സപ്പോർട്ടിങ് എ കോണ്ടിനെൻറ്റ് ബി പെർപെക്ച്വലി ഗവേൺഡ് ബൈ ദി ഫോറിൻ പവർ. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര, അതായത് വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുകയും അവർ നിലവിലുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ട് സംഘടിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നെക്സ്റ്റ് പോയിൻ്റ് ഉണ്ടായത്. നെക്സ്റ്റ് പോയിന്റ്, അമേരിക്കൻ കോൺഗ്രസ്സസ്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സുകളാണ് ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായത്. അപ്പോൾ ഒന്നാമത്തെ അമേരിക്കൻ കോൺഗ്രസ് നടന്നത് എന്നാണെന്ന് നമുക്ക് നോക്കാം.
All the delegates of the American colonies except Georgia met at Philadelphia in 1774 protest against the regulations and high tax imposed by the England, and they submitted a petition to the King of England. But the king suppressed these delegates ബൈ ഹിസ് മിലിറ്ററി ഫോഴ്സസ്. അപ്പോൾ തൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് രാജാവ് ഈ പ്രതിനിധികളെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് അസംബ്ലി ഹാപ്പൻഡ് ഇൻ 1775 at Philadelphia. In this Congress, George Washington selected as Commander-in-Chief of the Continental Army. 1775 ഈ ഒരു കോൺഗ്രസ്സിൽ എന്താണ് സംഭവിച്ചത്? ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ-ഇൻ-ചീഫായിട്ട് തിരഞ്ഞെടുത്തു. നെക്സ്റ്റ് കോൺഗ്രസ് assembled in 4th July 1776. In this Congress, they produced a famous Declaration of Independence prepared by the Thomas Jefferson and Benjamin Franklin. അപ്പോൾ ഈ 1776 ജൂലൈ 4 നടന്ന ഈ കോൺഗ്രസ്സിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ നടത്തി. അപ്പോൾ ആരായിരുന്നു അത് പ്രിപ്പയർ ചെയ്തത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു. ഓക്കെ, ആ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Let us think what was the provisions mentioned in the declaration. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവരിവൺ ഹാസ് സർട്ടൺ റൈറ്റ്സ്, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എമംഗ് മെൻ ഡിറൈവിംഗ് ദെയർ പവേഴ്സ് ഫ്രം ദ കൺസെൻറ്റ് ഓഫ് ദ ഗവേൺഡ്. അതായത് ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടമായിരിക്കണം രൂപീകരിക്കപ്പെടേണ്ടത്. As provisions of this declaration is that government became destructive of these ends, it is the right of the people to alter or to abolish it. അപ്പോൾ ഗവൺമെൻറ് ജനങ്ങളുടെ അവകാശങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റാനോ അതുപോലെ തന്നെ നീക്കം ചെയ്യുവാനോ ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട് എന്നാണ് പ്രതിപാദിച്ചിരുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്സ്, ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? Okay, let's go to the next point. Treaty of Paris. This was the treaty between 13 American colonies with England. അപ്പോൾ ഈ ട്രീറ്റി എന്ന് പറയുന്നത് 13 അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ ഉണ്ടാക്കിയ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഉടമ്പടിയാണ്. By this treaty in 1783, England accepted the complete freedom of 13 American colonies from England. അപ്പോൾ ഈ ഒരു ട്രീറ്റി അനുസരിച്ച് 1783 ഇംഗ്ലണ്ട് ഈ 13 അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ആ ഉടമ്പടിയുടെ മേൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇതിനെയാണ് പാരീസ് ട്രീറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് ട്രീറ്റി, ജോർജ് വാഷിങ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഈ ഒരു ട്രീറ്റിക്ക് ശേഷം, പാരീസ് ട്രീറ്റിക്ക് ശേഷം ജോർജ് വാഷിങ്ടൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ലെറ്റ്സ് തിങ്ക് ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് ടോപ്പിക്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ്? വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ? അപ്പോൾ എന്താണ് അമേരിക്കൻ റവല്യൂഷൻ്റെ ഫലം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് gave direction and motivation to the later freedom struggle and revolution all over the world. അപ്പോൾ ഈ അമേരിക്കൻ റവല്യൂഷൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് പിന്നീട് നടന്ന അനേകം സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരു പ്രചോദനമായി എന്ന് പറയാം. ലെറ്റ്സ് തിങ്ക് ദ സെക്കൻഡ് പോയിന്റ്സ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ. It put forward the concept of റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഇത് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് എന്നുള്ള ഒരാശയം മുന്നോട്ട് വെച്ച ഒരു വിപ്ലവമായിരുന്നു. ആൻഡ് തേർഡ് പോയിന്റ്, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്.
ഇപ്പോൾ ഈ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ മറ്റ് പല ഭരണഘടനകളും ലോകത്തുണ്ടാവാൻ പ്രചോദനമായത് ഈ അമേരിക്കൻ ഭരണഘടനയായിരുന്നു. ലാസ്റ്റ് റിസൾട്ട് contributed to the concept of federal system that ensured freedom and authority of state in the union. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് ഈ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. So, the American Revolution is the most important revolution in the history of the world. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിപ്ലവമായിരുന്നു. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ സ്റ്റഡി വെൽ, റിവൈസ് ദിസ് പോയിന്റ്. അപ്പോൾ മറ്റൊരു വിപ്ലവത്തിൻ്റെ കഥയുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.